ഹായ് എവ്രി വൺ, ഹാപ്പി ഗുഡ് ഈവനിങ്. ദീപയാണ് കേട്ടോ. അങ്ങനെ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഐ എം ബാക്ക് ടു മൈ കിച്ചൺ. ഞാൻ 2 ദിവസമായിട്ട് വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. കമ്പനി ടൂർ പോയിരിക്കുമായിരുന്നു. ഇന്ന് രാവിലെയാണ് എത്തിയതിന് ശേഷം പിന്നെ ഓഫീസിലേക്ക് പോയി. പിന്നെ വൈകിട്ട് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ നല്ല ക്ഷീണം തോന്നി. ഇച്ചിരി റെസ്റ്റ് എടുക്കണമൊക്കെ എന്നൊക്കെ തോന്നി, പക്ഷെ പറ്റത്തില്ലല്ലോ, ഈ പണികളൊക്കെ ചെയ്യണമല്ലോ. അങ്ങനെ ദോശ ഉണ്ടാക്കി. ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ബാക്കി ഇരിപ്പുണ്ടായിരുന്നേ. ചിക്കൻ കറി വെക്കണമെന്ന് വിചാരിച്ചു. ഈ ഉള്ളി പൊളിക്കുക, വെളുത്തുള്ളി പൊളിക്കുന്നതൊക്കെ ഓർത്ത് മടി കാരണം, വയ്യായിക കാരണം പിന്നെ ഞാനത് ഫ്രൈ ചെയ്തത്. രാവിലത്തെ കുറച്ച് കറി ചമ്മന്തി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അത് കാരണം ദോശയും ചമ്മന്തിയും ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടി അങ്ങനെ ഡിന്നർ കഴിഞ്ഞു. ഇനിയല്ലേ ഫുൾ പണി. ആകെ കൂടി ഒരു കുഞ്ഞു കൗണ്ടർ ടോപ്പാണ് കേട്ടോ. ഒരാൾക്ക് മാത്രം നിന്ന് പെരുമാറാൻ പറ്റുന്നൊരു കിച്ചണാണേ. അത്യാവശ്യത്തിന് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടല്ലോ, ഒരു ഇച്ചിരി വലിയ കിച്ചണായിരുന്നു കേട്ടോ. അതായത് എല്ലാ സാധനങ്ങളൊക്കെ അതാത് സ്ഥലങ്ങളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കിച്ചൺ. ഓരോരുത്തരുടെ മനസ്സിൽ ഓരോ ഇഷ്ടം ഉണ്ടാവുമല്ലോ. കുഞ്ഞിതാണ് നല്ലതെന്ന് എല്ലാവരും പറയാറുണ്ട്, അതെനിക്കറിയാം. പക്ഷേ എൻ്റെ മനസ്സിലൊരു ഇച്ചിരിയും കൂടെ വലിയ കിച്ചണായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ വിഷമം കൊണ്ട് ഈ വർക്ക് ഏരിയ എന്ന് പറയുന്നത്, മുന്നേ ഈ വീടിൻ്റെ ഓണർ ഇങ്ങനെ അവരുടെ നടപ്പാതയായിരുന്നു കേട്ടോ. വീടിന് ചുറ്റും ഇങ്ങനെ കറങ്ങി വരാനുള്ള വഴിയായിരുന്നു. അങ്ങനെ എൻ്റെ വിഷമം കൊണ്ട് ഏട്ടനെ എനിക്കത് വർക്ക് ഏരിയ ആക്കി തന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ കിച്ചണിലെ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സ്മൈൽ.